നമുക്കുള്ളത് നമ്മളെ തേടി വരുമോ? നവീൻ ഗോപാൽ വർമ്മയെ തേടി ഗാഥാ ശ്രീനിവാസ് വന്നതുപോലെ. എന്താടോ? അറിയില്ല, ഇറങ്ങി നോക്കാം സാർ. സാറേ, ബാറ്ററി ഡൗൺ. ഒന്ന് തള്ളേണ്ടി. താങ്കേറ്, ഞാൻ തള്ളാം. അയ്യോ സാറേ, ഒന്ന് സാറേ, ഒറ്റയ്ക്ക് തള്ളിയിട്ട് നീങ്ങുന്നില്ല. ഞാൻ ഇറങ്ങണം. ഏയ് സാർ അവിടെ ഇരുന്നു. ഞാനേ തള്ളാൻ പറ്റി ആരെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. എന്താ ചേട്ടാ, വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. എല്ലാരും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നെങ്കിൽ. ഞങ്ങൾ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോവാ. അതിനിടെ സമയം കളയാനില്ല. നിക്കേട്ടാ, ഒരാളൊരു ഉപകാരം ചോദിക്കുമ്പോ അത് ചെയ്യണ്ടേ? ആരുടെ വണ്ടിയാ? മുതലാളിയുടെ. മുതലാളി വണ്ടിയിലുണ്ട്. ആഹാ, പൊതുവേ മുതലാളിമാരൊക്കെ നന്നായിട്ട് തള്ളുന്നവരാണല്ലോ. എന്നിട്ടും വണ്ടി അനങ്ങിയില്ലേ? ഒന്ന് സഹായിക്കും. മുതലാളിയുടെ വണ്ടിയല്ലേ, അങ്ങനെ ചുമ്മാ തള്ളിത്തരാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി 2000 രൂപ തരണം. 2000 രൂപയോ? ഇതൊരു ഉപകാരമല്ലേ? ഞങ്ങള് സാധാരണ 2000 രൂപയ്ക്ക് ഉപകാരം ചെയ്യാറുള്ളൂ. ചെന്നതിന്റെ മുതലാളിയോട് ചോദിക്കും. സമ്മതാണെങ്കിൽ ഞങ്ങൾ വണ്ടി തള്ളിത്തരാം. നീ ഇതിന്റെ ഇടയ്ക്ക് ഒരു കച്ചവടം ഒപ്പിച്ചല്ലേ? ഇരിക്കട്ടെടി, വെറുതെ നല്ലല്ലോ, പണിയെടുത്തിട്ടല്ലേ. അതിനെന്താ, കൊടുത്തേക്കാം. ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോണം. ഓക്കെ സാർ. അയ്യോ പാമ്പ്! അയ്യോ പാമ്പ്! അയ്യോ എന്തെങ്കിലും ഓടിക്കഴിഞ്ഞേ. അയ്യോ വേണ്ട വേണ്ട വേണ്ട, അതങ്ങ് പൊക്കോളും. അത് പോയത് കണ്ടില്ലേ? ഇനി എല്ലാരും വന്നേ. ഞാനേ മുതലാളിയുടെ അടുത്തുനിന്ന് കാശ് വാങ്ങിച്ചിട്ട് വരാം. സാർ, കാശ് കൊടുക്കണം. സാറേ, കാശ്. കിട്ടിയോടി? ഇപ്പൊ ശരിക്കും കിട്ടിയേനെ. ആരെ വണ്ടിയിലുണ്ടായിരുന്നെന്നറിയോ? അന്ന് ഭൂമി വാങ്ങാൻ വന്നിട്ട് ഞങ്ങള് കായലി ചടിച്ചില്ലേ, അയാളാ. അതെങ്ങനെ കറക്റ്റ് ആയിട്ട് അയാളുടെ വണ്ടി തള്ളാൻ നീ വന്ന് ചാടിയത്? അയാളോട് ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചു പറഞ്ഞു, ഞാൻ വരുമ്പോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കാൻ. ഒന്ന് പോയി.